മാധവ്ജി അനുസ്മരണം എന്ന് പറയുന്നത് ഒരു സാഹസികമായൊരു കാര്യമാണ്. വാക്കുകളിൽ ഒതുക്കി ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല മാധവ്ജി. ഒരനുഭവമായിരുന്നു, ഒരനുഭൂതിയായിരുന്നു. സംഘടനാ പ്രവർത്തന രംഗത്ത് എപ്പോഴും ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ശാസിക്കാനും നേർവഴി കാണിക്കാനും പ്രേരണയും പ്രചോദനവും നൽകിയ ഒരു വഴികാട്ടിയായി, പ്രേരണാ സ്രോതസ്സായി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വാക്കുകളിൽ ഒതുക്കി ഒരനുസ്മരണം നടത്താനും ഞാൻ അശക്തനാണ്. എന്നിരുന്നാൽ പോലും വളരെ വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെ അദ്ദേഹത്തെ ഇവിടെ അനുസ്മരിക്കുകയാണ്. പാരാവാരം പോലെ കിടക്കുന്ന ഒരു വിശാലമായ വ്യക്തിത്വത്തിൻ്റെ അല്പമെങ്കിലും ഒരു സ്പർശനം മാത്രമേ എനിക്ക് നടത്താൻ പറ്റൂ. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്ന കാലം മുതൽ അതൊരു പ്രത്യേക വർഷമോ തീയതിയോ പറയാനാവില്ല. ഞാൻ എത്ര ആലോചിച്ച് നോക്കിയിട്ടും അത് സാധിക്കുന്നില്ല. എന്തായിരുന്നാലും ആ കാലം മുതൽ ഇന്നോളം നമ്മെ ദേഹവിയോഗം സംഭവിച്ചിട്ടും വിട്ടുപിരിഞ്ഞിട്ടും ഇപ്പോഴും ഒപ്പമുണ്ട് എന്ന് നമുക്ക് അനുഭൂതി തലത്തിൽ അനുഭവ സാക്ഷ്യമായി നിൽക്കുമ്പോൾ ഇനി എത്രയോ തലമുറകളോളം മരിക്കാതെ, മങ്ങാതെ, മായാതെ, മറയാതെ ആ വ്യക്തിത്വം പ്രശോഭിക്കും. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്നതൊന്നും താൽക്കാലികമായ ക്ഷണികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അദ്ദേഹം ചെയ്തതെല്ലാം ശാശ്വതമായ, എന്നെന്നും നിലനിൽക്കേണ്ടതായ ഈ നാടിൻ്റെ സമഗ്രമായ സമൂലമായ പരിവർത്തനത്തിനും നവോത്ഥാനത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വരും തലമുറ ഓർക്കുക മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിൽ അവർ ഒരു പ്രേരണാ ശക്തിയായി അനുഭവവേദ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാധവ്ജിയെ പല കോണുകളിൽ കൂടി നോക്കിക്കാണാൻ കഴിയും. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആദ്യകാലം മുതൽ തന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ തൊട്ടുണർത്താൻ കഴിയുന്ന ആശയാദർശങ്ങൾ എന്തായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നിർവചിച്ച് അത് ഭംഗിയായി പച്ച മലയാളത്തിൽ കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു. അത് ഒരു ഉത്സവത്തിൻ്റെ ആഘോഷവേളയിൽ അവിടുത്തെ വേദിയിൽ നിന്നാവാം, പ്രവർത്തകരുടെ ഒരു ബൗദ്ധിക്കിൻ്റെ രൂപത്തിലാവാം, നാൽക്കവലയിൽ നിന്നുകൊണ്ട് നടത്തുന്ന പ്രസംഗ രൂപത്തിലാവാം, എല്ലാത്തിലും മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദം അത് ഈ നാടിൻ്റെ സമഗ്രമായ സമൂലമായ പരിവർത്തനമാണ്. ആ പരിവർത്തനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം പായിക്കുന്ന ഓരോ ശരങ്ങളാണ്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. കാരണം ഓരോ പ്രസ്ഥാനത്തിൻ്റെയും വാർഷിക ആഘോഷ പരിപാടികൾ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ പരിവാർ പ്രസ്ഥാനങ്ങളിലെല്ലാം അവിടെയെല്ലാം പ്രസംഗിക്കുമ്പോൾ ആ പരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കൊക്കെ തോന്നും ഇത് നമ്മുടെ ആളാണ്. കാരണം ആ സംഘടനയ്ക്ക് പറ്റുന്ന രീതിയിൽ, ആ പ്രവർത്തകർക്ക് യോജിക്കുന്ന രീതിയിൽ, അവരുടെ മനസ്സിന് സംതൃപ്തി കിട്ടുന്ന വിധത്തിൽ അവരുടെ ആശയ ആദർശത്തെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതവർക്ക് ബോധ്യപ്പെടുകയാണ്. അത് വനവാസി കല്യാണാശ്രമത്തിൻ്റെ പരിപാടി ആയിക്കൊള്ളട്ടെ, അത് മത്സ്യപ്രവർത്തക സംഘത്തിൻ്റെ വാർഷിക സമ്മേളനത്തിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പഠന ശിബിരത്തിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആയിക്കൊള്ളട്ടെ, സമൂഹത്തിൻ്റെ നാനാമണ്ഡലങ്ങളിൽ വിവിധങ്ങളായ വൈവിധ്യമാർന്ന സമൂഹ തലങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോഴും വ്യത്യസ്തമായ ഭാഷയിലും നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് പറയുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമൊന്നു തന്നെയാണ്.
സമൂഹത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട വിവിധ തലങ്ങളിൽപ്പെട്ട എല്ലാവരെയും ഈ വൈവിധ്യമാർന്ന സമൂഹത്തിൽ അത് പല ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സങ്കല്പങ്ങൾ, ജാതി, അങ്ങനെ പ്രാദേശിക വ്യത്യസ്തങ്ങളെല്ലാമുള്ള ഈ സമൂഹത്തിൽ, ഈ വൈവിധ്യമുള്ള സമൂഹത്തിൽ എല്ലാവർക്കും യോജിക്കുന്ന, എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഒരു പരിവർത്തനത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ ആശയാദർശത്തെ അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചു എന്നുള്ളതാണ്. ആ ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് തന്ത്രിമുഖ്യനും ഇഷ്ടപ്പെടും, അത് അവിടെ ചെണ്ട കൊട്ടാൻ വരുന്ന ആ കലാകാരനും ഇഷ്ടപ്പെടും, അവിടെ ഭക്തനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സമൂഹത്തിൻ്റെ ഏത് തലത്തിൽ വരുന്നവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ വിഷയങ്ങളെയും അദ്ദേഹം കാലാനുസൃതമായി, കാലോചിതമായി വ്യാഖ്യാനിച്ചു, ആവിഷ്കരിച്ചു. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അദ്ദേഹം ഈ 20-ാം നൂറ്റാണ്ടിനെ തന്നെ വിഭജിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടം വലിയ പരിവർത്തനത്തിൻ്റെ കോളിളക്കമുണ്ടാക്കിയ ശക്തമായ കാറ്റ് ആഞ്ഞടിച്ച ഒരു കാലഘട്ടമാണ്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, മഹാത്മാ അയ്യങ്കാളി, അതുപോലെ തന്നെ മലബാർ പ്രദേശത്തുള്ള പ്രവർത്തനങ്ങൾ, വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ, പല പ്രവർത്തനങ്ങളാണ്. അത് ഒരുപക്ഷെ പ്രാന്താലയമായിരുന്ന കേരളത്തെ ഒരു തീർത്ഥാലയമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി നടന്നിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. പക്ഷേ അതിനുശേഷം, അതായത് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന 1936 ശേഷം പിന്നീട് ഈ കേരളത്തിലേക്ക് വരുന്നത് ഇവിടുത്തെ നിരീശ്വരവാദികളുടെയും കമ്മ്യൂണിസത്തിൻ്റെയും അതുപോലെ നിഷേധികളുടെയും കാലമാണ്. ആ നിഷേധികൾ കയറി കടന്നാക്രമിക്കുകയാണ്. AT കെവൂരിനെ പോലെ, ജോസഫ് ഇടമറുവിനെ പോലെ, MK ജോസഫിനെ പോലെ ഇങ്ങനെയൊക്കെയുള്ള നിരീശ്വരവാദികളും യുക്തിവാദികളും കയറി കേരളത്തിൻ്റെ സമൂഹ മണ്ഡലത്തിലേക്ക് കടന്നു കയറി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നാടകങ്ങൾ, പ്രഭാഷണങ്ങൾ, ഇങ്ങനെ പല കലാപരിപാടികൾ ഇതൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഒരു 40-50 കാലങ്ങളിൽ അവരുടെ ഒരു വലിയ പരിശ്രമം നടക്കുകയാണ്. ആ പരിശ്രമത്തിലൂടെ പല ക്ഷേത്രങ്ങളിലും അവിടെ അന്തിത്തിരി വെക്കാൻ പോലും നിവൃത്തിയില്ലാത്ത വിധത്തിൽ അധപ്പതിക്കുന്നു, ജീർണിക്കുന്നു. പല ക്ഷേത്രങ്ങളിൽ ജീർണിച്ച് കിടക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകും. അപ്പോൾ 1900 അതിനു മുമ്പ് വാസ്തവത്തിൽ ഒരു വൈക്കം സത്യാഗ്രഹം പോലെയുള്ള ഒരു വലിയ മുന്നേറ്റത്തിലൂടെ സമൂഹ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷവും അതിൻ്റെ അലയൊലികൾ ഉണ്ടായിരുന്നു. പക്ഷേ 1950 ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചപ്പോൾ അതിനെതിരെ ഉയർന്നു വന്നിരുന്ന ഒരു വലിയ മാസ് അവയർനെസ്, ഒരു വലിയ ബഹുജന മുന്നേറ്റം ഉണ്ടായിരുന്നു. ഒരു നാട് മുഴുവൻ, കേരളം മുഴുവൻ അതിൻ്റെ അലയൊലി ഉണ്ടായിരുന്നു. അതോടുകൂടിയാണ് ഒരു ഹിന്ദു സമൂഹ മനസ്സുണർന്നത്. ഒരു ഫൈറ്റിംഗ്, ഒരു മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു വലിയ ചിന്താഗതി ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയാണ് പല പല ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കുന്നു മാധവജി പറഞ്ഞത്. കാരണം കേരളത്തിൽ ആധ്യാത്മിക മണ്ഡലത്തിലേക്ക് കടന്നിറങ്ങി വന്ന 3 മഹാത്മാക്കൾ, 3 സന്യാസി ശ്രേഷ്ഠന്മാർ, ഒന്ന് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി, അതോടൊപ്പം തന്നെ സ്വാമി ചിന്മയാനന്ദജി, സ്വാമി വിഷ്ണുദേവാനന്ദ. ഈ 3 പേരും ശിവാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യന്മാരാണ്. ഈ 3 പേരും കേരളത്തിൽ 3 പദങ്ങളിലൂടെയാണ് പോയത്. ഒരാൾ ജ്ഞാനമാർഗത്തിലൂടെ ഭഗവത്ഗീത യജ്ഞങ്ങൾ സംഘടിപ്പിച്ചു, മറ്റൊരാൾ സപ്താഹയജ്ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഭക്തിയുടെ രംഗത്തേക്ക് പ്രവർത്തിച്ചു, മറ്റൊരാൾ യോഗ ഈ കേരളത്തിൻ്റെ സമൂഹ മനസ്സിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ഒരു പ്രവർത്തനം. അതൊരു പക്ഷേ എങ്ങനെയാണത് സംഭവിച്ചതെന്ന് പോലും ഒരു ആളിൻ്റെ 3 ശിഷ്യന്മാർ കേരളത്തിലുടനീളം പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു ചലനമുണ്ട്. പിന്നീട് അങ്ങോട്ട് ഒരു ഹൈന്ദവ ഒരു മുന്നേറ്റമാണ്. അങ്ങനെയാണ് ഈ കേരളത്തിൽ എങ്ങനെയാണ് ഈ സമൂഹത്തെ പരുവപ്പെടുത്തി എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ചിന്ത മാധവജിയിലേക്ക് കടന്നു വന്നത്. എങ്ങനെയായിരിക്കണം, അതിനൊരു രൂപകൽപ്പന ഉണ്ടാകണം, രൂപരേഖ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് പലരുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഹിന്ദു ഏകോപന സമിതി ആ സമയത്ത് രൂപീകരിച്ചു. ആ ഹിന്ദു ഏകോപന സമിതി NSSൻ്റെ SNDP യോഗത്തിൻ്റെ ഒക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്നു. അത് ഒരു താൽക്കാലിക സംവിധാനമായിരുന്നു. അവരെല്ലാവരും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യത്തിൽ കൂടുതൽ കൂടാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായിരുന്നാലും ഇനി മുന്നോട്ടുള്ള പ്രവർത്തനം എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു 1981 ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കാഞ്ചി കാമകോടി ശങ്കരാചാര്യ സ്വാമികളുടെ സാന്നിധ്യത്തിൽ ഒരു തന്ത്രി മുഖ്യന്മാരുടെയും ജ്യോതിഷ പണ്ഡിതന്മാരുടെയും
അതുപോലെ തന്നെ വേദാന്ത പണ്ഡിതന്മാരുടെയും ഒക്കെ ഒരു യോഗം നടക്കുകയാണ്. അവിടെ വെച്ചാണ് കാഞ്ചി ശങ്കരാചാര്യ സ്വാമികൾ മാധവജിയോട് ചോദിച്ചു, നമുക്ക് ഇവിടെ ഈ ക്ഷേത്രങ്ങളിൽ ഒക്കെ നിരവധി വിഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ, ഇതിനെങ്ങനെയാണ് നമുക്ക് സംയോജിപ്പിക്കാൻ സാധിക്കുക? ഇതെങ്ങനെയാണ് ഹിന്ദു മനസ്സിലേക്ക് കടന്നിറങ്ങിച്ചെന്ന് അവരിൽ ഒരു ഐക്യത്തിൻ്റെ, ഒരു സമന്വയത്തിൻ്റെ ഒരു നല്ല അന്തരീക്ഷം ഈ കേരളത്തിൽ എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും? മാധവജി കാഞ്ചി ശങ്കരാചാര്യ സ്വാമികളുമായിട്ട് നടത്തിയ ആ ഒരു കൂടിക്കാഴ്ചയിൽ വളരെ വ്യക്തമായി മാധവജി ഉത്തരം കൊടുത്തു, അത് നമുക്ക് സാധിക്കും. അത് ഞാൻ എൻ്റെ തൊട്ടടുത്ത് ഇവിടെ പറവൂർ ശ്രീധരൻ തന്ത്രിയുണ്ട്, ശ്രീധരൻ തന്ത്രിയായിട്ട് ആലോചിച്ച് അതിനൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞു. അതേ തുടർന്നാണ് മാധവജി പറവൂർ ശ്രീധരൻ തന്ത്രി അദ്ദേഹവുമായി ഇരുന്ന് സംസാരിക്കുന്നു. ആ സംസാരിച്ചപ്പോൾ ശ്രീധരൻ തന്ത്രി ഒരു ചോദ്യം ചോദിച്ചു, ശരി, നമുക്ക് എല്ലാവരെയും തന്ത്രം പഠിപ്പിക്കാം, പൂജാതി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം, പക്ഷേ ആര് പഠിപ്പിക്കും? മാധവജി പറഞ്ഞു, അതേക്കുറിച്ചൊന്നും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഞാൻ വ്യവസ്ഥ ചെയ്യാം. അങ്ങനെ 1981 ആലുവ അദ്വൈതാശ്രമത്തിൽ അവിടെ ഒരു തന്ത്ര പരിശീലന പഠന ശിബിരം നടക്കുകയാണ്. ആ ശിബിരത്തിൽ അതിൽ പങ്കെടുത്ത ആളുകൾക്ക് പിന്നീട് കാഞ്ചി ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഒരു പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. സുധാനന്ദ സ്വാമികളായിരുന്നു അതിന് ആ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിട്ടുള്ള അദ്ദേഹം തന്നെയായിരുന്നു അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തത്. എന്തായിരുന്നാലും അതൊരു വലിയ ചലനമുണ്ടായി. വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ ജാതി വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരും, അതിൻ്റെ അകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു. ഏതാണ്ട് 28ഓളം ആളുകൾ അതിൽ പങ്കെടുത്തു. ആ ക്യാമ്പിൽ, ആ പഠന ശിബിരത്തിൽ പങ്കെടുത്തു. അതൊരു വലിയ സംഭവമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ്. ആ കാഞ്ചി ശങ്കരാചാര്യ സ്വാമികൾ പങ്കെടുത്തിരിക്കുന്നു, പറവൂർ ശ്രീധരൻജി, മാധവജി, അതുപോലെ കേരളത്തിലെ പല തന്ത്രമുഖ്യന്മാരും ഒക്കെ പങ്കെടുക്കുന്നു. ക്ലാസ് എടുക്കാൻ ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിനെ ചുമതലപ്പെടുത്തി അദ്ദേഹം ക്ലാസ് എടുക്കുന്നു, അവർക്കൊക്കെ ക്ലാസ് എടുക്കുന്നു. അതൊരു വലിയ ചലനമായിരുന്നു. മാധവജി ഓരോ കാര്യങ്ങളും വളരെ ആലോചിച്ച് ചിട്ടപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 1982 വിശാല ഹിന്ദു സമ്മേളനം നടക്കുന്നു. ആ വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ സമാരംഭം കുറിച്ചുകൊണ്ടുള്ള ഗണപതി ഹോമം നടക്കുമ്പോൾ അതിലും അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധി പ്രവർത്തിച്ചു, യുക്തി പ്രവർത്തിച്ചു. അതായത് അവിടെ സൂര്യകാലടി ഭട്ടതിരിപ്പാടും പറവൂർ ശ്രീധരൻ തന്ത്രിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവിടെ ഒരു ഗണപതി ഹോമം നടത്തി എന്ന് പറയുന്നത് കേവലം ഒരു 1-1.5 മണിക്കൂർ നേരം നടന്ന ഒരു ചടങ്ങായിട്ട് ഒരുപക്ഷെ കണ്ടവരുണ്ടാകാം. പക്ഷെ അത് ഉണ്ടാക്കിയ വലിയൊരു പരിവർത്തനം എത്രയോ വലുതാണ്. എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ ഒരു നല്ല ചിന്തകളെ കടത്തിവിടാൻ ആ ഒരു പരിപാടിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സംഘാടനത്തെപ്പറ്റി ആലോചിക്കാൻ, വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ എങ്ങനെ സംഘടിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ കൂടിയ യോഗത്തിൽ ഞാനന്ന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. മാധവജി ആണെങ്കിൽ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഓഫീസിലിരുന്നുകൊണ്ട് ഇതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നടത്ത സംഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വിശാല ഹിന്ദു സമ്മേളനം നടക്കുമ്പോൾ 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണം. ആ 4 പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ക്രിസ്തുമതഛേദനം, ചട്ടമ്പി സ്വാമികൾ എഴുതി ക്രിസ്തുമതഛേദനം. കാരണം കോപ്പി കിട്ടാനില്ലായിരുന്നു. അപ്പോൾ ഞാനും ചോദിച്ചു തരും, കോപ്പി എവിടെ കിട്ടാൻ? അത് ഞാൻ സംഘടിപ്പിച്ചു തരാം. 2, ഹിന്ദു ധർമ്മവും ഇതര മതങ്ങളും, മറ്റു മതങ്ങളും ഹിന്ദു ധർമ്മവും എന്താണ് വ്യത്യാസം? 3, സിസ്റ്റർ നിവേദിത എഴുതിയ അഗ്രസീവ് ഹിന്ദുയിസം, അതിൻ്റെ മലയാള പരിഭാഷ സമരാത്മക ഹിന്ദുധർമ്മം. 4, ഹിന്ദുധർമ്മവും ആധുനിക ശാസ്ത്രം. ആധുനിക ശാസ്ത്രം പലതും കൊട്ടിഘോഷിക്കുന്നു. ലോകത്തെമ്പാടും ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന വലിയ വലിയ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഹിന്ദുധർമ്മത്തിന് എന്ത് മറുപടി കൊടുക്കാനാണ്? അത് KK വാമനൻജിയോട് എഴുതാൻ പറഞ്ഞു. അതുപോലെ തന്നെ സമരാത്മക ഹിന്ദുധർമ്മം പരിഭാഷപ്പെടുത്താൻ TR സോമശേഖരൻ ചേട്ടനോട് പറഞ്ഞു. എല്ലാം 4 പുസ്തകങ്ങൾ റെഡിയായി. ഈ ക്രിസ്തുമത ഛേദന എവിടെ കിട്ടും? അതാണ് ചോദ്യം. കാരണം അത് പണ്ട് കാലത്ത് പ്രസിദ്ധീകരിച്ച നാളിൽ തന്നെ കത്തിച്ചു കളഞ്ഞ പുസ്തകം, ഒരു കോപ്പി പോലും കിട്ടാനില്ല എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ മാധവജി അന്വേഷിച്ച് ഇരിഞ്ഞാലക്കുടി തച്ചുട കൈമളിൻ്റെ വീട്ടിൽ ഒരു കോപ്പി ഉണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടു. അവിടെ പോയി ആ അവശേഷിച്ച ഒരു കോപ്പി തപ്പിയെടുത്ത് കൊണ്ടുവന്നു. അത് 1982 ആ വിശാല ഹിന്ദു സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചു. ആ 4 പുസ്തകങ്ങളും കോപ്പി 4 സ്ഥലങ്ങളിൽ ബുസ്റ്റാളുകളിട്ട്
അത് ആയിരക്കണക്കിന് കോപ്പികളാണ് അന്ന് ചെലവഴിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാഴ്ചപ്പാട്, ആ 4 പുസ്തകങ്ങളുടെ ടൈറ്റിൽ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്? അതിൽ തന്നെയുണ്ട് ഒരു ബുദ്ധി. ആ കാലത്താണ് അതെങ്ങനെ സാധിച്ചു. ഏതായിരുന്നാലും അതിനുശേഷം വിശാല ഹിന്ദു സമ്മേളനം എങ്ങനെയായിരിക്കണം ഭാവി പരിപാടികൾ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അവിടെ സ്വാമി ചിന്മയാനന്ദജി ഒരു ആഹ്വാനം ചെയ്തിരുന്നു, ഹിന്ദു വോട്ട് ബാങ്ക്. ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ട് വോട്ട് ബാങ്ക് ഇല്ല? അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കൾ ഇത്രയധികം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ചിന്മയാനന്ദ സ്വാമിജി ഉദാഹരണ സമിതം ആ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. സമ്മേളനത്തിന് ശേഷം മാധവജി കൂടിയ ആ വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. അതിൽ ചെയർമാൻ AR ശ്രീനിവാസൻ, അതിൻ്റെ കൺവീനർ പരമേശ്വരയ്യ, ജനറൽ സെക്രട്ടറി. അപ്പോൾ ആ യോഗത്തിലാണ് മാധവജി ഈ വിഷയം മുന്നോട്ട് വെച്ചു. ഹിന്ദു വോട്ട് ബാങ്ക് അദ്ദേഹം പ്രസംഗിച്ചു. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഹിന്ദു വോട്ട് ബാങ്ക് വേണ്ടേ? അദ്ദേഹം പ്രസംഗിച്ചിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? മാധവജി തന്നെ പറഞ്ഞു, നമുക്ക് ഒരു പ്രസ്ഥാനം രൂപീകരിക്കണം, ഹിന്ദു മുന്നണി. അങ്ങനെയാണ് ഹിന്ദു മുന്നണി രൂപീകരിക്കുന്നത്. അതിൻ്റെ ചെയർമാനായ AR ശ്രീനിവാസൻ, അതിൻ്റെ ജനറൽ സെക്രട്ടറി മാധവജി. ജനറൽ സെക്രട്ടറിയായി ഹിന്ദു മുന്നണി രൂപീകരിക്കുകയാണ്, ഹിന്ദു വോട്ട് ബാങ്ക്. ലക്ഷ്യമതാണ്. അത് നാടുനീളെ അദ്ദേഹം അവരോട് പലരും ചോദിച്ചു, ഇവിടെ ഹിന്ദു സംഘടന ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ ഈ ഹിന്ദു സംഘടന വേറെണ്ണം രൂപീകരിക്കുന്നത്? എത്രയോ ഹിന്ദു സംഘടനകളുണ്ട്, ഇനി ഹിന്ദു മുന്നണിയും കൂടെ വേണം. അന്ന് വിശാല ഹിന്ദു സമ്മേളനത്തിന് ജില്ലാ കൺവീനർമാരെയൊക്കെ രൂപീകരിച്ചുകൊണ്ട് പരമേശ്വരി ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ആ വിശാല ഹിന്ദു സമ്മേളനം രൂപീകരിച്ചത്. പക്ഷേ അതിന് ശേഷം ഇനി ഭാവി പരിപാടികൾ എങ്ങനെ വേണം, അത് ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ള ആശയം വന്നപ്പോഴാണ് ഹിന്ദു മുന്നണി രൂപീകരിച്ചത്. ആ ഹിന്ദു മുന്നണി രൂപീകരിച്ച് മുന്നോട്ടേക്ക് പോയി. ആ കാലത്ത് മാധവജി പറഞ്ഞു, എനിക്കിനി ജനറൽ സെക്രട്ടറി സ്ഥാനമൊന്നും പറ്റില്ല, നിങ്ങളാരെങ്കിലും ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ ജനറൽ സെക്രട്ടറി ആകേണ്ടി വന്നു. അത് മറ്റൊരു കാര്യം. പക്ഷേ മാധവജി പറഞ്ഞു, നമുക്ക് ഇത് കേരളം ഒരു പരീക്ഷണശാലയാണ്. 1987 തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥികൾ 6 പേർ മത്സരിച്ചു. അത് മാധവജിയുടെ നിർബന്ധം കൊണ്ട് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഹിന്ദു മുന്നണിയുടെ പേരിൽ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് കേരളവർമ്മ രാജയും ഞാനും മറ്റു പല സ്ഥാനാർത്ഥികളൊക്കെ മത്സരിച്ചത്. അത് വേറെ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് ഹിന്ദു വോട്ട് ബാങ്ക് എന്ന ആശയത്തെ മാധവജി എങ്ങനെയാണത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്? ഹിന്ദു മുന്നണി രൂപീകരിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ തമിഴ്നാട്ടിൽ ഹിന്ദു മുന്നണി ഉണ്ടായിരുന്നു. ഈ പുതിയൊരു പ്രസ്ഥാനമാണ്, അത് വീണ്ടും ഒരു പ്രസ്ഥാനമായി മാറുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും 5 പേർ കൂടി കൈകോർത്ത് നിന്നാൽ 6ാമതൊരാളുണ്ടാകുന്നില്ല. മാധവജിയുടെ വളരെ വിശദമാണ്. ഇതൊരു സംഘടനയല്ല, ഇതൊരു മൂവ്മെൻറ്റാണ്, ഹിന്ദു മൂവ്മെൻറ്റാണ്. അത് കേരളത്തിൽ ഉണ്ടാക്കണം, അതാരെങ്കിലും ഏറ്റെടുത്തോട്ടെ. പക്ഷെ ഒരു ഹിന്ദു മൂവ്മെൻ്റ് ഉണ്ടാകണം. രാഷ്ട്രീയമായ, സാമൂഹ്യപരമായ, ആശയപരമായ, ആദർശപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഹിന്ദു മൂവ്മെൻറ്റ് നമ്മുടെ കേരളത്തിലുണ്ടാവണം. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്നെയാണ് താൻ തുടങ്ങി വെച്ച ഒരു വലിയ പ്രസ്ഥാനമുണ്ട്. ജാതി നശീകരണത്തിന് വേണ്ടി, ജാതി ചിന്തകൾക്ക് അതീതമായ ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ, ആ ചർച്ചകളും ഇതോടൊപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് 1986 വീണ്ടും അദ്ദേഹം 81 ആരംഭിച്ച ആ ഒരു പ്രവർത്തനത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് നിരവധി തന്ത്രി മുഖ്യന്മാരും ജ്യോതിഷ പണ്ഡിതന്മാരുമൊക്കെയായി ചർച്ചകൾ നടത്തിക്കൊണ്ട് 1987 ആഗസ്റ്റ് മാസം പാലിയത്ത് വലിയൊരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. അതേപ്പറ്റി ആലോചിക്കാൻ വേണ്ടി തലേദിവസം തന്നെ പലരും എത്തിയിരുന്നു. തലേദിവസം എത്തിയിരുന്ന ഒന്ന് കൽപ്പുഴ തിരുമേനിയാണ്, അതുപോലെ തന്നെ പുല്ലാമൊഴി ദേവനാരായണൻ നമ്പൂരി, അതുപോലെ തന്നെ സൂര്യകാലടി പട്ടതിരിപ്പാട്, പറവൂർ ശ്രീധരൻ തന്ത്രി, അങ്ങനെ കുറച്ചാളുകൾ. തലേദിവസം രാത്രി മാധവജി പാലിയത്തെ ആ കെട്ടിടത്തിൽ ഒരു അരമതിലിൽ ചാരിയിരുന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. കാരണം സാധാരണ യോഗങ്ങൾ ഉള്ള സ്വാഗതമോ അങ്ങനെയുള്ള ഒരു കീഴ്വഴക്കങ്ങളുമില്ലാതെ കുറച്ച് പേര് നിലത്തിരിക്കുന്നു, കുറച്ച് പേര് തിണ്ണയിലിരിക്കുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ട് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചർച്ചകളാണ്. അപ്പോൾ എങ്ങനെ ഈ വിഷയം അവതരിപ്പിക്കണം? എല്ലാവരിലും വലിയ കൺഫ്യൂഷനാണ്. എങ്ങനെയാണ് നാളെ കൂടാൻ പോകുന്ന ഈ സമ്മേളനത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുക? എല്ലാവർക്കും പൂജാധികാരം ചെയ്യാൻ ഉള്ള ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഒരു വലിയ വിളംബരം ഉണ്ടാകണം.
എങ്ങനെ സാധിക്കും? ആര് തുടങ്ങും? എവിടെ ചർച്ച തുടങ്ങും? എങ്ങനെ ഇത് സാധിച്ചെടുക്കും? പലർക്കും അവിടെ കൂടിയിരിക്കുന്ന പലർക്കും എങ്ങനെ ഇത് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെങ്ങനെ വേണം? എല്ലാവരും മാധവജിയോടാണ് ചോദിക്കുന്നത്, ഇതെങ്ങനെ വേണം? നാളത്തെ ഇത് കാര്യം എങ്ങനെ സാധിക്കും? അദ്ദേഹം യാതൊരു കൂസലും കൂടാതെ വളരെ വ്യക്തമായി പറഞ്ഞു, ഇതിനൊക്കെ പ്രമാണമുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന ഒരു കാര്യവും നമ്മളാൽ ഉണ്ടാക്കുന്നതല്ല, ഇതൊക്കെ ഋഷിശ്രേഷ്ഠന്മാരുടെ കൽപ്പനയാണ്. ഇതിനൊക്കെ നമ്മുടെ ഹിന്ദുധർമ്മത്തിൽ പ്രമാണമുള്ളതാണ്. അതുകൊണ്ട് പാലിയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു പ്രയാസവും കൂടാതെ നമുക്ക് വിളംബരം ഉണ്ടാക്കാൻ കഴിയും. അത് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. അത് ഒരു കാരണവശാലും ജാതി എന്നൊക്കെ പറയുന്നത് ഉണ്ടായതെന്നാണ്. സൂര്യാവളി പദ്ധതിയോട് ചോദിച്ചു, ജാതി ഉണ്ടായതെന്നാണ്. ഉണ്ടായത് ഒക്കെ എപ്പോഴാണ്? അതിനൊക്കെ മുമ്പ് നമ്മളാരും ഇല്ലായിരുന്നു, നമ്മുടെ ശാസ്ത്രങ്ങളില്ലായിരുന്നു. നമുക്ക് ആ ശാസ്ത്രത്തെ പിൻപറ്റിക്കൊണ്ട് ചെയ്യാമല്ലോ, നമ്മുടെ ശാസ്ത്രത്തെ പിൻപറ്റിക്കൊണ്ട്. പാലിയം വിളംബരം പിറ്റേ ദിവസം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ സാഹചര്യവും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് മാധവജി നടത്തിയ ആ ഒരൊറ്റ പ്രസംഗത്തോടു കൂടി അവിടെ കൂടിയിരുന്ന ഏതാണ്ട് 18ഓളം വലിയ വലിയ പണ്ഡിതന്മാർ, എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർ, അവർ എല്ലാവരും അംഗീകരിച്ചു, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ആ പാലിയം വിളംബരം അങ്ങനെ ഉണ്ടായി. ആ ആഗസ്റ്റ് മാസത്തിൽ 28-ാം തീയതി അങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. അത് ഹൈക്കോടതിയിൽ പല കേസുകളിൽ ഉദ്ധരിച്ചിരിക്കുന്നു. പിന്നീട് 93-ലാണെന്ന് തോന്നുന്നു രാകേഷ് ജ്യോതിഷിൻ്റെ സഹോദരൻ രാകേഷിനെ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ റാങ്കോടുകൂടി അദ്ദേഹത്തിന് മേശാന്തിയായി നിയമനം കിട്ടുന്നു. അതിനെതിരായിട്ട് കേസ് വരുന്നു. പക്ഷേ ഹൈക്കോടതി ഈ പാലിയം വിളംബരം ഉദ്ധരിച്ചുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചത്. അത് പിന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ആ അപ്പീലിൽ സുപ്രീം കോടതി ഉദ്ധരിച്ചത് ഈ പാലിയം വിളംബരം. കാരണം പാലിയം വിളംബരത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നവർ അവർ വലിയ വലിയ പണ്ഡിതന്മാരാണ്. അവർ സമൂഹത്തിൻ്റെ വ്യത്യസ്ത വിഭിന്ന മണ്ഡലങ്ങളിൽപ്പെട്ടവരാണ്. അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരും ഉണ്ട്. അതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയാത്ത വിധത്തിലാണ് ആ വിളംബരത്തിലെ വാചകങ്ങൾ തന്നെ. അങ്ങനെ അംഗീകാരം നേടിയെടുക്കാൻ കഴിയും വിധം ഈ വിഷയത്തെ അവതരിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ നവോത്ഥാന സംരംഭങ്ങളിൽ ഒരു വലിയ വഴിത്തിരിവായി അത് മാറുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് അത് ഈ വിളംബരത്തിന് ശേഷം പിന്നീട് കേരളവർമ്മ രാജായുടെ ഷഷ്ടിപൂർത്തി ആഘോഷത്തോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നു, പൂഞ്ഞാർ സുധർമ്മ പാലസിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് വീണ്ടും കേരളത്തിലെ പ്രമുഖരായ ഏതാണ്ട് 28ഓളം പ്രമുഖരായിട്ടുള്ള എല്ലാവരും ഒത്തുചേർന്നു. അത് 1988-ലാണ്. അടുത്ത വർഷം കൂടി വീണ്ടും ഇതിന് അംഗീകാരം നൽകി. ഇതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ചർച്ച. അതിനെപ്പറ്റിയുള്ള ഒരു പ്രവർത്തന പദ്ധതി തന്നെ അവിടെ അംഗീകരിച്ചു. എല്ലാവരും ചേർന്ന് അംഗീകരിച്ചു. അതിൽ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈ പാലിയം വിളംബരത്തിന് അംഗീകാരം നൽകി. അതോടുകൂടി അത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മഹാസംഭവമായി മാറി. പക്ഷേ അതിനുശേഷം ആ സംഭവത്തിന് ശേഷം ഒരു 15 ദിവസങ്ങൾക്ക് ശേഷമാണ് മാധവജി നമ്മോട് വിടവാങ്ങുന്നത്. കേരളത്തിൽ ഈ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഓർക്കുകയാണ്. വിശ്വഹിന്ദു പരിഷത്തിന് സത്സംഗം എന്ന് പറയുന്ന ഒരു പ്രവർത്തന പദ്ധതി ആവിഷ്കരിച്ചത് മാധവജിയാണ്. മാധവജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കെ അദ്ദേഹം സെൻട്രൽ ഗവേണിംഗ് കൗൺസിൽ അംഗം കൂടിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അന്ന് ലക്നൗവിൽ ഒരു സെൻട്രൽ ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ പോകും. അപ്പോൾ ട്രെയിനിലിരുന്ന് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചു. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രവർത്തന പദ്ധതികൾ മാധവജി ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. വിശ്വഹിന്ദു പരിഷത്തിന് എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? അങ്ങനെയാണ് സത്സംഗം എന്ന് പറയുന്ന പ്രവർത്തന പദ്ധതി. അതിൽ കൂടി മാത്രമേ ഹിന്ദു സമൂഹത്തെ യോജിപ്പിക്കാൻ കഴിയൂ. ആഴ്ചയിൽ ഒരിക്കൽ എവിടെയെങ്കിലും ഹിന്ദു സഹോദരങ്ങൾ ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് കൂടിയിരുന്ന് 1 മണിക്കൂർ സമയം അവർ ചെലവഴിക്കുക, അതിനൊരു കാര്യപദ്ധതി ഉണ്ടാക്കി. ലക്നൗവിൽ ചെന്നപ്പോൾ ആ സമ്മേളനത്തിൽ വെച്ച് അശോക് സിംഗാളും അതുപോലെ തന്നെ മറ്റു പല വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അഖിലേന്ത്യാ അധികാരികളും മാധവജിയോട് ആവശ്യപ്പെട്ടു, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സമുദ്ധാരണത്തിന് വേണ്ടി നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് ക്ഷേത്ര സങ്കല്പം,
ഈ വക കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കണമെന്ന് പറഞ്ഞു. മാധവജി ഇംഗ്ലീഷിൽ, മാധവജി ആദ്യം ചോദിച്ചു ഏത് ഭാഷയിൽ വേണം, അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഇംഗ്ലീഷിൽ മതിയെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ വളരെ ഭംഗിയായി ക്ഷേത്രസങ്കല്പം അവിടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വന്നിരിക്കുന്നവരുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അതിനുശേഷം ഗിരിരാജ് കിഷോർ, അന്ന് അദ്ദേഹം സീനിയർ വൈസ് പ്രസിഡന്റാണ് വിശ്വ ഹിന്ദു പരിഷത്ത്, അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. ക്ഷേത്രസങ്കല്പം ഇത്രമാത്രം ശാസ്ത്രനിബദ്ധമാണ്. ക്ഷേത്ര ആരാധനയിലും സങ്കല്പത്തിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലും ഇത്രയധികം ശാസ്ത്രബദ്ധമാണ് മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ അശോക് സിംഗാൾ വളരെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചു. എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ക്ഷേത്രം ഇത്രമാത്രം പവിത്രമായോ അല്ലെങ്കിൽ എല്ലാ സാമൂഹ്യ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാധവജി ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു പ്രവർത്തന പദ്ധതിയോടുകൂടിയല്ല നടക്കുന്നത്. കാരണം അവിടുത്തെ സിസ്റ്റം വേറെയാണ്. പക്ഷെ കേരളത്തിൽ പ്രതിഷ്ഠാസങ്കല്പവും ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജാവിധാനങ്ങളും അത് വെറും കേവലം യാന്ത്രികമായ ഒരു ചടങ്ങല്ല, ഓരോ ചടങ്ങ് മാറി നിന്നവർക്ക് കാണാൻ കഴിയുന്ന ഒരു ചടങ്ങ് അല്ല. അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം എന്ത് എന്ന് വളരെ ഭംഗ്യന്തരേണ അദ്ദേഹം ആ യോഗത്തിൽ വിശദമാക്കി. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പൂർണ്ണ ടെക്സ്റ്റ് പിന്നീട് ഓർഗനൈസിൽ വന്നിരുന്നു. ആ പ്രസംഗം അതേപടി തന്നെ അത് അവരാദ്യം മാധവജിക്ക് അയച്ചു കൊടുത്ത് വേണ്ട കറക്ഷൻസൊക്കെ വരുത്തി അതിന് ശേഷം അത് പ്രസിദ്ധീകരിച്ചു. അത് പ്രസിദ്ധീകരിച്ചതോടുകൂടി സാമ്പത്തികമായിട്ടൊരു അംഗീകാരമാണ് കേരളത്തിലെ ക്ഷേത്ര സങ്കല്പം. ഇതുപോലെ തന്നെയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി ഒരു സാമൂഹ്യ ആരാധന എന്ന് പറയുന്ന ഒരു പ്രവർത്തന പദ്ധതി ആവിഷ്കരിച്ചു. എല്ലാവരും ക്ഷേത്രത്തിൽ വരണം, ക്ഷേത്രത്തിൽ വന്ന് അവിടെ ഒരുമിച്ച് നിന്ന് നാമം ജപിച്ച് പ്രദക്ഷിണം വെച്ച് ആ ക്ഷേത്രത്തിൽ ഒരുമിച്ച് കൂടുക, ഒരുമിക്കുക, ടുഗദർനെസ് ആൻഡ് വൺനെസ്, എല്ലാവരും ഒരുമിക്കുക, ഒന്നാണ് നമ്മൾ എന്ന ഭാവം എല്ലാവരിലും വളർത്തിയെടുക്കുക. അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ക്ഷേത്രങ്ങൾ മാറുക എന്ന വിശാലമായ സങ്കല്പമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും സാമൂഹ്യ ആരാധന എന്ന ആ ഒരു ആശയം പകർന്നു കൊടുത്തു. ഇനി മത്സ്യപ്രവർത്തക സംഘത്തിൻ്റെ അന്ന് പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ മത്സ്യം പിടിക്കുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തോളൂ. പക്ഷേ നിങ്ങളിൽ ആധ്യാത്മികമായൊരു ഉണർവുണ്ടാകണം. അതിന് നമ്മുടെ മുന്നിൽ വേദവ്യാസനുണ്ട്. ആ വേദവ്യാസനിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടക്കണം. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് കടക്കൂ എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതിനുവേണ്ടി ഒരു പ്രവർത്തന പദ്ധതി തന്നെ തയ്യാറാക്കി. അങ്ങനെ ആ കാലത്താണ് വേദവ്യാസൻ്റെ ചിത്രം അച്ചടിച്ച് എല്ലായിടത്തും വിതരണം ചെയ്യാൻ തീരുമാനമെടുത്തു. ഇങ്ങനെ ഓരോരോ സംഘടനയിലും അദ്ദേഹം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരെ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഒരു കുപ്പി ഉണ്ടാക്കി എല്ലാവരെയും ആ കുപ്പിയിലിടാനല്ല അദ്ദേഹം ശ്രമിച്ചത്. ഓരോരുത്തർക്ക് പറ്റുന്ന കുപ്പി ഉണ്ടാക്കി ആ കുപ്പിയിൽ അവരെ ഇടുക എന്നുള്ളതാണ്. ചിലർക്ക് വലിയ കുപ്പിയെ വേണ്ടി വരുമായിരിക്കും, ചിലർക്ക് ചെറിയ കുപ്പി മതിയായിരിക്കും. പക്ഷേ ഒരു കുപ്പി ഉണ്ടാക്കി എല്ലാവരെയും ഒരേ കുപ്പിയിലിടുക എന്നുള്ളതല്ലായിരുന്നു അദ്ദേഹം ചെയ്തത്. ഈ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വൈവിധ്യമാർന്നൊരു സമൂഹമാണ്. പല രീതിയിൽ ചിന്തിക്കുന്നവരാണ്, പല ആശയങ്ങളുള്ളവരാണ്, പല നിലപാടുകളും വീക്ഷണങ്ങളും സങ്കല്പങ്ങളും ഉള്ളവരാണ്. അവരുടെ ഇടയിലേക്ക് കറങ്ങി അവരെയൊക്കെ തമ്മിൽ യോജിപ്പിക്കുക. പല കണ്ണികളാണ്, പക്ഷേ ആ കണ്ണിക്ക് ശക്തി ഉണ്ടാകുന്നത് യോജിപ്പിക്കുമ്പോൾ മാത്രമാണ്. അതേ ഒരിക്കൽ പറഞ്ഞു, പല കണ്ണികളാണ് നമ്മൾ, ആ കണ്ണികൾക്കൊക്കെ നല്ല ബലവുമാണ്. ഒരു കണ്ണിയും മറ്റൊരു കണ്ണിയോട് മോശമല്ല, നല്ല ബലമുള്ള കണ്ണികളാണ്. പക്ഷേ കണ്ണികളായിരിക്കുന്നിടത്തോളം കാലം അതിന് യാതൊരു ശക്തിയും ഉണ്ടാവില്ല. പക്ഷേ തമ്മിൽ കോർത്താണ്, അതൊരു തുടലാണ്. ആ തുടലായി കഴിഞ്ഞാൽ ഒരു ആനയെ വേണമെങ്കിൽ പിടിച്ചു കെട്ടാം, ഒരാനയെ പിടിച്ചു കെട്ടാം. പക്ഷേ ഈ കണ്ണികൾ ഓരോന്നോരോന്നായിട്ട് കിടന്നാൽ എന്ത് പ്രയോജനം എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാധവജി എന്നും നമ്മുടെ എല്ലാ ഹൃദയാന്തരാളങ്ങളിൽ ജീവിക്കും. മഹാത്മാക്കൾക്ക് മരണമില്ല, അവർ ജനങ്ങളുടെ ഹൃദയങ്ങൾ ജീവിക്കും. അവർ ജീവിച്ചിരിക്കുന്ന കാലത്തല്ല ജീവിക്കുന്നത്, അവരുടെ കാലശേഷമാണ്. മഹാത്മാക്കൾ കാലശേഷമാണ് ജീവിക്കുന്നത്. മാധവജി ജീവിക്കും. കാരണം ഏത് ക്ഷേത്രങ്ങളിൽ ചെന്നു കഴിഞ്ഞാലും അവിടുത്തെ ഭക്തന്മാർ ആ ക്ഷേത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാധവജി ഓർക്കാതിരിക്കില്ല.
ഏത് ജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും അവരുടെ ജാതീയ സംഘടനയുടെ യോഗം ചേരുമ്പോൾ മാധവിയെ സ്മരിക്കും. കാരണം എല്ലാ ജാതീയ സാമുദായിക സംഘടനകളുടെ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ മാർഗദർശനം നൽകിയിട്ടുണ്ട്. വിശ്വകർമ്മ സമുദായത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വിശ്വകർമാവിനെക്കുറിച്ച് എത്രയോ ഭംഗിയായി അദ്ദേഹം വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ടവരെങ്ങനെ മാധവിജ്യം മറക്കും? ഒരിക്കലും മറക്കാനാവില്ല. അതുപോലെ ഓരോ വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ എല്ലാം ഹൃദയത്തിൽ മാധവജിയുണ്ട്. അവരുടെ രക്തത്തിൽ, അവരുടെ മജ്ജയിൽ തുടിക്കുന്ന വികാരമാണ്. തീർച്ചയായും അനശ്വരനാണ്. മാധവജിക്ക് മരണമില്ല. മാധവജി എന്നും ജീവിക്കും, യാതൊരു സംശയവുമില്ല. ആ മാധവജി നമ്മെ എല്ലാവരെയും വഴികാട്ടട്ടെ. നിരവധി പ്രക്ഷോഭ മാർഗങ്ങളിൽ പങ്കെടുത്തതും ഞാൻ ഈ സ്മരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. ഞാൻ ഇപ്പോഴാണ് ഓർത്ത് ഇളവൂർ തൂക്കം, അതുപോലെ തന്നെ ഗുരുവായൂരിൽ അവിടെ ചെണ്ട കൊട്ടുന്നത് ജാതീയമായ വിവേചനം കാണിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഉണ്ടായ പ്രക്ഷോഭം, ഇതെല്ലാം ഇടപെട്ട് അദ്ദേഹം ഭംഗിയായി പരിഹരിച്ചത് എങ്ങനെയാണ്? അത് നേരെ കയറിച്ചെന്ന് പറ്റില്ല എന്നല്ല പറഞ്ഞു. ഉമാനന്ദ സ്വാമിജി ഇളവൂർ തൂക്കം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹ സമര പരിപാടിയുമായി നേരെ ക്ഷേത്രത്തിലേക്കാണ് വന്നത്. അത് പാടില്ല എന്ന് പറഞ്ഞു. അതേസമയം ഇപ്പുറത്ത് നിന്നുകൊണ്ട് മാധവജി പറഞ്ഞു അതാകാമെന്ന് പറഞ്ഞു. ആയാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. പക്ഷേ അതാണ് ഒരു സംഘാടകൻ്റെ കഴിവെന്ന് പറയുന്നത്. അദ്ദേഹം എല്ലാവരോടും കൂടി നിന്നിട്ട് പറഞ്ഞു നമുക്ക് ഇപ്രാവശ്യം എന്തായിരുന്നാലും ഇളവൂർ തൂക്കം നടത്താം. എല്ലാവരും സന്തോഷം നടത്തിയതിന് ശേഷമാണ് മാധവിയുടെ ഓപ്പറേഷൻ. പിറ്റേ ദിവസം ചെല്ലുകയാണ്, എല്ലാവരും വിളിച്ചു കൂട്ടി. അദ്ദേഹം ചോദിച്ചു എങ്ങനെയുണ്ട്? ഇതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള ഓരോ ദൂഷ്യവശങ്ങളെക്കുറിച്ച് മെല്ലെ പറഞ്ഞു. അതിനുശേഷം എല്ലാവരുടെയും യോഗം വിളിച്ചു കൂട്ടി. ഇങ്ങനെയൊരു ആചാരം നമ്മൾ എന്തിനാണ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. 1 അല്ല 2 അല്ല 3 യോഗങ്ങൾ. എന്നിട്ട് എല്ലാവരും പറഞ്ഞു നമുക്കൊരു ദേവപ്രശ്നം നടത്തിക്കളയാം. അങ്ങനെ ഒരു ദേവപ്രശ്നം അവിടെ നടത്തി. ആ ദേവപ്രശ്നത്തിൽ കണ്ടു ഇതിനി തുടരേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ആചാരങ്ങൾ മാറ്റേണ്ടത് അങ്ങനെയാണ്. ദുരാചാരങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഹാനികരമായ എന്തെങ്കിലും പ്രവണതകൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിലുണ്ടെങ്കിൽ അത് അവരോടൊപ്പം പോയിരുന്നു. അവരും നമ്മുടെ സഹോദരന്മാരാണ്. അവരോടൊപ്പം പോയിരുന്നു, അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട്, അവരോടൊപ്പം ചിന്തിച്ച്, അവരെ മുഴുവൻ സംഘടിപ്പിച്ച്, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടൊരു മാറ്റം ഉണ്ടാക്കി. അതാണ് ഇളവൂർ നടന്നത്. എത്ര മാതൃകാപരമായിട്ടുള്ളൊരു ഒരു നടപടിയാണ്. അദ്ദേഹം എതിർത്തുകൊണ്ടല്ല. ഇത് ഗുരുവായൂരും അങ്ങനെ തന്നെയാണ്. ഗുരുവായൂരെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ പ്രക്ഷോഭ പരിപാടികൾ പലതിലും പങ്കെടുത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നിരവധി സംഭവങ്ങൾ ഓർമ്മ വരികയാണ്. ഇനി സമയക്കുറവ് അവിടെ അധ്യക്ഷൻ നോക്കുന്നുണ്ട്, ഞാൻ അയക്കാൻ നിർത്തുകയാണ്. അപ്പോൾ ഒരു സംഭവം കൂടി. ഒന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഊട്ടുപരയിലെ സദ്യ സംബന്ധിച്ച കാര്യമാണ്. ഊട്ട് ബ്രാഹ്മണർക്ക് മാത്രമേ ആഹാരം കഴിക്കാൻ പറ്റൂ. ഒരിക്കൽ സ്വാമി ആനന്ദതീർത്ഥൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടുത്തെ ഗാർഡ് നിന്ന് അവർ കയറി പിടിച്ചു. വലിയ പ്രശ്നമായി. ഇവിടെ ബ്രാഹ്മണർക്ക് മാത്രമേ കൂടെ പറ്റുള്ളൂ, നിങ്ങളെ പറ്റില്ല. കശപശയായി. അങ്ങനെ ഒരു വലിയ പ്രശ്നം പത്രത്തിൽ മുഴുവൻ വലിയ വാർത്തയായി. അതൊരു വലിയ വാർത്തയായി. അത് 1982 ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. അത് വളരെ കരുതിക്കൂട്ടി ആലോചിച്ച് ഏതോ ബുദ്ധികേന്ദ്രത്തിൽ നിന്നും ഉണ്ടായൊരു സംഭവം കൂടിയാണ്. അത് മാധവജിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ആ സംഭവം വന്നപ്പോൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം? കല്ലർ സുകുമാരൻ, അദ്ദേഹം ദളിത് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. കേരള ദളിത് ഫെഡറേഷൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് കല്ലർ സുകുമാരൻ. അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂരിലേക്ക് ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ യാത്ര. ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പ്രവേശിക്കും, ഞങ്ങൾ ഊട്ടുവരയിൽ കയറി സദ്യയിൽ പങ്കെടുക്കും, ഊണ് ഞങ്ങൾ കഴിക്കും, ആര് തടഞ്ഞാലും കൊള്ളാം, കഴിക്കും. പ്രശ്നമായി. എന്തു ചെയ്യും? വലിയ ചർച്ചയാണ്. മാധവജി അന്ന് പരമേശ്വരജിയുണ്ട്, അനന്തേട്ടനുണ്ട്, ഇങ്ങനെ പല ആൾക്കാരെല്ലാവരും കൂടി എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചയാണ്. മാധവജി പറഞ്ഞു ഇതൊരു വലിയ ഗൂഢാലോചനയാണ്. വിശാല ഹിന്ദു സമ്മേളനം ഉണ്ടാക്കിയ വലിയൊരു നല്ല അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ മാത്രവുമല്ല, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ 60ാം വാർഷികാഘോഷ പരിപാടികൾ വിപുലമായി നടക്കുന്നതിൻ്റെ ഒരു വലിയ പശ്ചാത്തലത്തിൽ ജനങ്ങളിലുണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ പരിവർത്തനത്തെ, മാറ്റത്തെ തകിടം മറിക്കാൻ, അട്ടിമറിക്കാൻ നടത്തിയ ഏറ്റവും വലിയ ഗൂഢാലോചനയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നല്ല ബുദ്ധി ഇവിടെ ഞാൻ പറയാം.
കല്ലറ സുകുമാരൻ്റെ യാത്രയ്ക്ക് ഗംഭീര സ്വീകരണം കൊടുക്കുക. ഗംഭീര സ്വീകരണം കൊടുത്തേക്ക്. എന്താ കുഴപ്പം? കൊടുത്തേക്ക്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കല്ലറ സുകുമാരൻ കാണുന്നത് അവിടുത്തെ നമ്മുടെ പ്രവർത്തകരെല്ലാം ഹാരമണിക്കുന്നു, ഷാളിടുന്നു, അദ്ദേഹത്തെ എതിരേറ്റുകൊണ്ട് പോവുകയാണ്. എല്ലായിടത്തും ഗംഭീര സ്വീകരണം, ഭയങ്കര ബഹളം. മുഖ്യമന്ത്രിക്ക് മനസ്സിലായി സംഗതി ഇത് കൈവിട്ടു പോകും. മുഖ്യമന്ത്രി കരുണാകരനാണ്, അദ്ദേഹം വലിയ ബുദ്ധിമാൻ. അദ്ദേഹം ഇത് തടയണമെന്ന് പോലീസിന് ഉത്തരവ് കൊടുത്തയാളാണ്. ഈ കല്ലറ സുകുമാരൻ്റെ ഈ യാത്ര അവിടെ വരുമ്പോൾ തടയണം എന്നൊക്കെ ഉത്തരവ് കൊടുത്തയാൾ അദ്ദേഹം തന്നെ തീരുമാനമെടുത്തു. അവസാനം ഏതൊക്കെയാലും നടക്കുന്ന ആ സദ്യയിൽ കല്ലറ സുകുമാരനോടൊപ്പം പോയി ഞാനും ഇരിക്കാം. അങ്ങനെ മുഖ്യമന്ത്രിയും ഗുരുവായൂരമ്പലത്തിൽ വന്നിരുന്ന് കഴിക്കേണ്ടി വന്ന സ്ഥിതി വിശേഷം ഉണ്ടാക്കാൻ പിന്നിൽ പ്രവർത്തിച്ച, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇടയാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം മാധവജിയാണ്. ഇനി മാധവജിയെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും സന്തോഷം. നന്ദി. നമസ്തേ.